ലോകത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരോടും ചേർന്ന് ആ വീട് വൃത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പം വിക്രത്തിൻ്റെ സർപ്രൈസ് കൊടുക്കാനാണ് വേദയുടെ ഉദ്ദേശം. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തെ വിളിക്കുകയാണ്. വിക്രം ചോദിക്കുന്നത്, എന്താ വേദാളമേ? അപ്പം പറയണേ, നിങ്ങൾ സാമിയ അങ്ങനൊന്നും പറഞ്ഞുകൂടാ. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം വീട്ടിലേക്ക് വാ, അച്ഛനാണെങ്കിൽ ചോറ് കഴിക്കാൻ ആഹാരം കഴിക്കാനായിട്ട് അന്വേഷിച്ചായിരുന്നു എന്ന് പറയണം. അപ്പം വിക്രത്തിനത് വിശ്വാസമില്ല. എന്നെയോ? ആ, നിങ്ങളെ തന്നെ. അങ്ങനെ വിക്രം വരുമ്പം വിക്രമനെ ആ വീട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം വിക്രത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, അതുപോലെ തന്നെ അത്ഭുതമാകുന്നുണ്ട്. അച്ഛൻ ആ വീട് വൃത്തിയാക്കല്ല തൊടല്ലെന്ന് പറഞ്ഞല്ലേ, ഇവളെങ്ങനെ അച്ഛൻ്റെ മനസ്സ് മാറ്റിയെടുത്തു എന്നൊക്കെ ചിന്തിക്കണം. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആ വീട് വൃത്തിയാക്കുകയാണ്. വിഷുവും വിനായകനും എല്ലാവരും കൂടെ ചേർന്നാണ് വീട് വൃത്തിയാക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത് ആ വീട്ടിൽ. അങ്ങനെ കട്ടിലൊക്കെ കൊണ്ടിട്ട് ആ വീടങ്ങ് അടിപൊളിയാക്കുവാണ്. അച്ഛന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ പതിയെ പതിയെ അവരെ പഴയ സന്തോഷം തിരിച്ചു വരികയാണ്. അങ്ങനെ അച്ഛനും മകനും കൂടുതൽ അടുക്കുവാണ്. അപ്പം വേദയ്ക്ക് അതൊരു അവർ രണ്ടുപേരും ഈ മണ്ഡലകാലം കഴിയുന്നതിന് മുമ്പേ അവർ രണ്ടുപേരും കൂടെയുള്ള പ്രശ്നമെല്ലാം തീർത്ത് അവരെ കൂടുതൽ അടുപ്പിക്കണമെന്ന് വേദയ്ക്കും ഉണ്ടായിരുന്നു. ആ സമയത്താണ് വേദയ്ക്ക് കൂട്ടായി നമ്മുടെ അച്ഛമ്മയും വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നതാണ് ഇനി അവർ രണ്ടുപേരും കൂടെ കൂടുതൽ അടുപ്പിക്കാനൊക്കെ പോകുന്നത്. അതൊക്കെയാണ് നമുക്ക് അടുത്താഴ്ച കാണാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വേദയ്ക്ക് അറിയാമായിരുന്നു ഈ മണ്ഡലകാലം കഴിയുമ്പോഴത്തേക്ക് വിക്രം പഴയ പോലെ ശ്രീനിവാസൻ്റെ പുറകെ പോകുന്നു, ഓരോ പ്രശ്നത്തിൽ ചാടുമെന്നും വേദയ്ക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. വിക്രം എൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ മാലയിട്ടതിന് ശേഷം ഈ വീട്ടിൽ നല്ല മാറ്റമുണ്ട്, എല്ലാവർക്കും പഴയ ഒരു സന്തോഷം വന്ന പോലെ എന്നൊക്കെ വിക്രമനും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിക്രമൻ പൂർണ്ണമായും മാറാൻ വേണ്ടി എല്ലാ ദിവസവും അമ്പലത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് വാസവൻ്റെ ആൾക്കാർ നമ്മുടെ വിക്രത്തിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. വേദയാണെങ്കിൽ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വാസവനും ശ്രീകുമാറും കൂടെ ഒന്നിക്കുന്നുണ്ട്. വിക്രത്തെ എങ്ങനെയെങ്കിലും കൊല്ലുകയാണ് അവരുടെ ഉദ്ദേശം. ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.